നമസ്കാരം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുകയാണ്. അന്തർദേശീയ തൊഴിൽ സംഘടന ILO അഥവാ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ആഹ്വാനപ്രകാരമാണ് 2002 മുതൽ ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായിട്ട് ലോകത്തെങ്ങും ആചരിക്കുന്നത്. ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും ബാലവേല നമ്മുടെ സമൂഹത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുമാണ് ഈ ദിനാചരണം നടത്തുന്നത്. ILOയുടെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം 160 ദശലക്ഷം കുട്ടികളാണ് നിലവിൽ ബാലവേലയിൽ ഏർപ്പെടുന്നത്. ഇതിൽ 79 ദശലക്ഷം കുട്ടികൾ ചെയ്യുന്നത് അപകടകരമായ തൊഴിലുകളാണ്. കഴിഞ്ഞ 4 വർഷത്തിനിടെ 8.4 ദശലക്ഷം കുട്ടികളുടെ വർധനവ് ബാലവേലയിൽ ഉണ്ടായിരിക്കുകയാണ്. കോവിഡ് മൂലം ഉണ്ടായിട്ടുള്ള പ്രത്യേക സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മൂലം ബാലവേല ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ILO അറിയിക്കുന്നത്. ബാലവേല വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ILO പുറത്തിറക്കിയ ബാലവേല ആഗോള കണക്കുകൾ 2020 ട്രെൻഡുകൾ മുന്നോട്ടുള്ള വഴി എന്ന ഗവേഷണ റിപ്പോർട്ടിലെ ചില കണക്കുകൾ നമുക്ക് കേൾക്കാം. ബാലവേലയിൽ ഏർപ്പെടുന്ന 70% കുട്ടികൾ അഥവാ 112 ദശലക്ഷം കുട്ടികൾ കാർഷിക മേഖലയിലാണ് പണിയെടുക്കുന്നത്. 20% കുട്ടികൾ അഥവാ 31.4 ദശലക്ഷം കുട്ടികൾ മറ്റു സേവന മേഖലകളിലും 10% കുട്ടികൾ അഥവാ 16.5 ദശലക്ഷം കുട്ടികൾ വ്യവസായ മേഖലകളിലുമാണ് ജോലി ചെയ്യുന്നത്. തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കിയ കണക്കുകൾ അനുസരിച്ച് 160 മില്യൺ കുട്ടികൾ ലോകത്താകമാനം ബാലവേലയിൽ ഏർപ്പെടുന്നു. ഇതിൽ 10ൽ 1 കുട്ടികൾ കഷ്ടതയേറിയ ബാലവേലയിൽ ഏർപ്പെടുന്നുവെന്നാണ് യുനിസെഫിന്റെ പഠനം കാണിക്കുന്നത്. നമസ്കാരം, ഞാൻ ജോബി കൊണ്ടു, ജില്ലാ കോർഡിനേറ്റർ ചൈൽഡ് ലൈൻ തിരുവനന്തപുരം. ജൂൺ 12 ആഗോള ബാലവേല വിരുദ്ധ ദിനാചരണം. 12 വയസ്സ് മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികളും 15 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളുമാണ് കൂടുതലായി ബാലവേലയിൽ ഏർപ്പെടുന്നത്. ഇപ്പോൾ നാം ആയിരിക്കുന്ന കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ബാലവേലയുടെ എണ്ണം കൂടാനാണ് സാധ്യത. അച്ഛനമ്മമാർ നഷ്ടപ്പെടുന്ന കുട്ടികളും കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത തകർന്ന കുടുംബങ്ങളിലെ കുട്ടികളും ഒരുപക്ഷെ കോവിഡ് മൂലം ഉപേക്ഷിക്കപ്പെട്ട കുട്ടികളും ഒക്കെ തെരുവിലേക്ക് അകപ്പെടുന്നത് ഈ ബാലവേലയുടെ എണ്ണം കൂട്ടുന്നതിന് കാരണമാകാനുള്ള സാധ്യതയുണ്ട്. ഏത് പ്രായപരിധി നോക്കിയാലും ആൺകുട്ടികളാണ് കൂടുതൽ ബാലവേലയിൽ ഏർപ്പെടുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് കാർഷിക മേഖലയിലാണ് കൂടുതൽ കുട്ടികൾ ബാലവേലയിൽ ഏർപ്പെടുന്നത്. ബാലവേലയിൽ ഏർപ്പെടുന്ന കുട്ടികളെ കണ്ടാൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ചൈൽഡ് ലൈൻ, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, പോലീസ് തുടങ്ങിയ ബാലസംരക്ഷണ സംവിധാനങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ് ഓരോ പൗരന്റെയും കർത്തവ്യം. ഓരോ കുട്ടികളെയും തങ്ങളുടെ കലാലയങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുക എന്നുള്ളതാണ് ബാലവേല നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 2016 പ്രാബല്യത്തിൽ വന്ന ബാല കൗമാരവേല നിരോധന നിയന്ത്രണ നിയമം 1986 പ്രകാരം 0 മുതൽ 14 വയസ്സുവരെയുള്ള വ്യക്തികൾ കുട്ടികളും 14 മുതൽ 18 വയസ്സുവരെയുള്ളവരെ കൗമാരക്കാരായ കുട്ടികളുമായി കണക്കാക്കുന്നു. 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത സൗജന്യമായ വിദ്യാഭ്യാസം നൽകണമെന്ന് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടും ഭാരതത്തിൽ പറയുന്നുണ്ട്. ഒരു കുട്ടി അവധിക്കാലത്തോ പഠന സമയത്തിന് ശേഷമോ അല്ലാതെ കുടുംബപരമായ ജോലികൾ ചെയ്യുന്നതും ബാലവേലയായി കണക്കാക്കുന്നു. കൗമാരക്കാരായ കുട്ടികളാണെങ്കിൽ അവർക്ക് നിശ്ചിത സമയം മാത്രമാണ് ജോലി ചെയ്യാനുള്ള അനുവാദമുള്ളത്. ദാരിദ്ര്യത്തിലായിരിക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകുകയും ഇൻഷുറൻസ് പരിരക്ഷ എല്ലാ കുട്ടികളിലും എത്തിച്ചും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുകയും എല്ലാ കുട്ടികളെയും തങ്ങളുടെ വിദ്യാലയങ്ങളിലേക്ക് തിരിച്ചെത്തിച്ച് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകിയുമൊക്കെ ബാലവേലയിൽ നിന്ന് കുട്ടികളെ നമുക്ക് സംരക്ഷിക്കാം. ബാല്യം നഷ്ടപ്പെടുന്ന ഓരോ കുട്ടിയും നാടിന്റെ ദുഃഖമാണ്. അതുകൊണ്ട് തന്നെ ബാലവേല ശ്രദ്ധയിൽപ്പെട്ടാൽ 1098 എന്ന നമ്പറിലോ മറ്റിതര ബാലസംരക്ഷണ സംവിധാനങ്ങളിലോ അറിയിക്കും എന്ന് നമുക്ക് ഉറപ്പാക്കാം. നന്ദി.